നമസ്കാരം, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഓരോ യാത്രയും ഓരോ കഥകളാണ്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് വളരെ പുരാതന നിർമ്മിതിയായ ഇറ്റലിയിലെ ഹാഡ്രിയൻസ് വില്ല. ഹാഡ്രിയൻസ് വില്ല സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ തിവോളിയിൽ. പുരാതന റോമിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ കൊട്ടാരം ടിവോളിയിലെ ഹാഡ്രിയൻസ് വില്ല ചക്രവർത്തി ഹാഡ്രിയൻ റോമിൽ നിന്ന് പിന്മാറാൻ നിർമ്മിച്ചതാണ്. യാത്രക്കിടെ അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങളോട് സാമ്യമുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. വിശാലമായ ഈ കൊട്ടാരങ്ങൾ ലൈബ്രറികൾ, കുളിമുറികൾ, തിയേറ്ററുകൾ എന്നിവയുള്ള ഒരു ചെറിയ നഗരമായിരുന്നു. ഗ്രീസ്, റോം, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വാസ്തുവിദ്യാ ശൈലികൾ പ്രദർശിപ്പിച്ചു. ഹാഡ്രിയൻ്റെ മരണശേഷം അത് ക്രമേണ ഉപേക്ഷിക്കപ്പെട്ടു. അതിൻ്റെ നിധികൾ കൊള്ളയടിക്കപ്പെട്ടു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ വ്യവസ്ഥാപിതമായ ഉത്ഖനനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് വില്ല ഡിഎസ്റ്റേ പോലുള്ള മറ്റ് വില്ലകൾക്കുള്ള വസ്തുക്കളുടെ ഉറവിടമായി മാറി. നിർമ്മാണത്തിൻ്റെ ഉദ്ദേശം റോം നഗരത്തിൽ നിന്ന് ഒരു വലിയ വിശ്രമ കേന്ദ്രമായിട്ടാണ് ഹാഡ്രിയൻ ചക്രവർത്തി വില്ല നിർമ്മിച്ചത്. അത് അദ്ദേഹത്തിന് സമ്മർദ്ദകരമായി തോന്നിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് ഒരു സ്വയംഭരണ സർക്കാർ വിശ്രമ കേന്ദ്രമായും കലയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നതിനുള്ള ഒരു സ്ഥലമായും രൂപകൽപ്പന ചെയ്തിരുന്നു. റോമൻ സാമ്രാജ്യത്തിലൂടെയുള്ള യാത്രകളിൽ ഹാഡ്രിയൻ കണ്ട സ്മാരകങ്ങളെയും സ്ഥലങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കെട്ടിടങ്ങളും സവിശേഷതകളും ഉള്ള ഒരു ചെറിയ നഗരമായിട്ടായിരുന്നു വില്ല രൂപകൽപ്പന ചെയ്തിരുന്നത്. വില്ല ആദ്യം 120 ഹെക്ടർ ആയിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 40 ഹെക്ടറിൽ മാത്രമേ സന്ദർശിക്കാൻ കഴിയൂ. അതിൽ റെസിഡൻഷ്യൽ ഘടനകൾ, കുളിമുറികൾ, ജലധാരകൾ, ക്ഷേത്രങ്ങൾ, ലൈബ്രറികൾ എന്നിവ ഉൾപ്പെടുന്നു. സന്ദർശകരെ ആകർഷിക്കുന്നതിനും നൈൽ നദിയെ അനുകരിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്ത തൂണുകളും പ്രതിമകളും കൊണ്ട് നിരത്തിയ ഒരു നീണ്ട കുളം അവിടെയുണ്ട്. കനോപ്പസിൻ്റെ അവസാനത്തിൽ ഇതൊരു ഔട്ട്ഡോർ ഡൈനിങ് ഏരിയയും സെറാപ്പീസ് ദേവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലവുമായി. സർവീസ് ടണലുകളുടെ ഒരു ശൃംഖല ജീവനക്കാർക്കും അടിമകൾക്കും വില്ലയിൽ ആരും കാണാതെ സഞ്ചരിക്കുവാനായി ഒരുക്കിക്കൊടുത്തു. ഹാഡ്രിയൻ ചക്രവർത്തിയുടെ മരണശേഷം വില്ലയുടെ ഉപയോഗം അതിവേഗം കുറഞ്ഞു. പിന്നീട് വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള ഒരു സ്ഥലമായി ഉപയോഗിച്ചു. നിധികൾ വേർതിരിച്ചെടുത്ത് യൂറോപ്പിലുടനീളം വിൽക്കുകയോ വില്ല ഡിഎസ്റ്റേ പോലുള്ള മറ്റ് കെട്ടിടങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്തു. ഹാഡ്രിയൻസ് വില്ല നിർമ്മിച്ചത് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചാണ്, പ്രത്യേകിച്ച് റോമൻ കോൺക്രീറ്റ്. ഇത് ചുവരുകളുടെയും താഴികക്കുടങ്ങളുടെയും നിലവറകളുടെയും കാമ്പ് രൂപപ്പെടുത്തി. കോൺക്രീറ്റ് പിന്നീട് പലപ്പോഴും ഇഷ്ടിക, ഒരുതരം അഗ്നിപർവ്വത പാറ, ഒരുതരം ചുണ്ണാമ്പുകല്ല് എന്നിവ ഉപയോഗിച്ച് നിരത്തിയിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളുകൾ പോലെയുള്ള അലങ്കാര ഘടനകളും വില്ലകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. റെസിഡൻസിനോട് ചേർന്ന് കുളിസ്ഥലങ്ങൾ, ആയുധ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ അവിടെ കാണാം. ക്രമീകരണങ്ങളും ഉൾപ്പെടുന്ന വിശാലമായ ഹരിത ഇടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാതൃകാപരവും അസാധാരണവുമായ ഘടനകൾ ഉൾപ്പെടുന്നു. പ്രധാന കെട്ടിടങ്ങളുടെ യഥാർത്ഥ ലേഔട്ട് ചുറ്റുമുള്ള ഭൂപ്രകൃതിയുമായുള്ള ബന്ധത്തിൽ തികച്ചും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളുടെ കൊള്ളയും
നാശവും ഉണ്ടായിരുന്നിട്ടും സ്മാരക സമുച്ചയം ഉൾക്കൊള്ളുന്ന ഘടനകളുടെ വിവിധ ഘടകങ്ങളെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നിടത്തോളം ഘടനകളുടെ സമഗ്രത നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഹാഡ്രിയൻസ് വില്ലയിൽ 2 പ്രധാന ബാത്ത് കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. വലിയ കൂട്ടം അതിഥികൾക്ക് മാത്രമുള്ള വലിയ മുറ്റത്തോടുകൂടിയ ബാത്റൂമുകളും ഹാഡ്രിയനും അദ്ദേഹത്തിൻ്റെ അടുത്ത കൂട്ടാളികൾക്കും സ്വകാര്യവും കൂടുതൽ അടുപ്പമുള്ളതുമായ ഇടമായിരുന്ന ചെറിയ ബാത്റൂമുകളും. 2 കോംപ്ലക്സുകളിലും വ്യത്യസ്ത താപനിലകളുള്ള മുറികളുടെ ഒരു ശ്രേണിയും വ്യായാമത്തിനായി തുറന്ന മുറ്റങ്ങളോ പാലസ്ട്രയോ ഉണ്ടായിരുന്നു. വലിയ മുറ്റത്തോടു കൂടിയ ബാത്റൂമുകൾ കൂടുതൽ വിശാലമായിരുന്നെങ്കിലും സ്മോൾ ബാത്റൂമുകൾ അസാധാരണമാം വിധം നന്നായി സംരക്ഷിക്കപ്പെട്ടതും ആഡംബരപൂർവ്വം അലങ്കരിച്ചതുമായിരുന്നു. സങ്കീർണമായ മൊസൈക്കുകളും അതുല്യമായ താഴികക്കുടമുള്ള സീലിംഗുള്ള മുറിയും ഇതിലുണ്ടായിരുന്നു. ഹാഡ്രിയൻസ് വില്ല നിർമ്മിച്ചത് വിവിധ വസ്തുക്കൾ ഉപയോഗിച്ചാണ്, പ്രത്യേകിച്ച് റോമൻ കോൺക്രീറ്റ്. ഇത് ചുവരുകളുടെയും താഴികക്കുടങ്ങളുടെയും നിലവറകളുടെയും കാമ്പ് രൂപപ്പെടുത്തി. കോൺക്രീറ്റ് പിന്നീട് പലപ്പോഴും ഇഷ്ടിക, ഒരു തരം അഗ്നിപർവ്വത പാറ, ഒരു തരം ചുണ്ണാമ്പുകല്ല് എന്നിവ ഉപയോഗിച്ച് നിരത്തിയിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാർബിളുകൾ പോലെയുള്ള അലങ്കാര ഘടനകളും വില്ലകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. വ്യവസ്ഥാപിതമായ പുരാവസ്തു ഉത്ഖനനവും പുനരുദ്ധാരണ ശ്രമങ്ങളും 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ഇന്നും തുടരുന്നു. ഇന്ന് ഇറ്റലിയിലെ തിവോളിയിൽ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഈ കാഴ്ചകളും ഈ യാത്രകളും ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ സ്ഥലങ്ങളിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കുക.